എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു എൻ്റെ മോനൊരു കുഞ്ഞെന്നുള്ളത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 18 ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം അതേ സമയമായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് വന്നാണ്. അതെ, ഇനിയിപ്പം ഞാൻ നടന്നിട്ട് അങ്ങോട്ട് എത്തണ്ടേന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരാൾ ഓട്ടോറിക്ഷയായിട്ട് വന്നു. അന്നത്തെ ഗുരുവായൂർ അമ്പലത്തിന്റെ മാറ്റം ഇപ്പത്തെ മാറ്റം തമ്മിൽ വലിയ മാറ്റാ. അന്ന് ചെറിയൊരു ഇതായിരുന്നു, ഈ ഗോപുരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 194. നീ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമസ്കാരം. ഇന്നും ഒരു അനുഭവ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ ഭക്തരിലേക്ക് എത്തിക്കുവാനുള്ളത്. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് കൃത്യം 1 വർഷത്തിനുള്ളിൽ ഒരമ്മയുടെ മകന് കുഞ്ഞ് പിറന്നതും ആ സന്തോഷം ഞങ്ങളുമായി പങ്കിട്ടതും ഒക്കെ ഇന്നത്തെ ഈ അനുഭവ വീഡിയോയിലൂടെ ഭക്തർക്ക് കാണുവാനായി സാധിക്കുന്നതാണ്. 2 അമ്മമാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുവാൻ ശ്രമിക്കുക കേട്ടോ. കൂടെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തരിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അനുഭവമൊക്കെ ഉണ്ട്. അതായത് ഒരു പ്രാവശ്യം ഇതുപോലെ അന്ന് വണ്ടി ഓടാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇതുപോലെ ബസ്സിനല്ല ഏതോ ഒരു വണ്ടിക്ക് വന്നിട്ട് ചൂണ്ടിലിറങ്ങിയിട്ട് പിന്നെ ആസ്പത്രിയിലേക്ക് നടക്കണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി, എന്ത് ബുദ്ധിമുട്ടാ അല്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പം ഞാൻ നടന്നിട്ട് അങ്ങോട്ട് എത്തണ്ടേന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരാൾ ഓട്ടോറിക്ഷയായിട്ട് വന്നു. അപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ കയറി എന്നിട്ട് ആസ്പത്രി പഠിച്ചിട്ട് കൊടുന്ന് ഇറക്കി. 10 പൈസ മേടിച്ചില്ല. നമ്മള് എത്തേണ്ട സ്ഥലത്ത് എത്തും ചെയ്തു. അങ്ങനെ ഒരു നന്മ ചെയ്തു. അപ്പൊ എവിടെയാന്ന് ചോദിച്ചാൽ അയാളോട് വീട് ഇവിടെ അടുത്താന്നും പറഞ്ഞു. ആളങ്ങനെ പോയി പൈസ വാങ്ങിയില്ല. ഭഗവാനെ തൊഴുതു. അപ്പൊ ഒരു സങ്കല്പം ഭഗവാനായിരിക്കുമെന്ന്. അതെ, ബുദ്ധിമുട്ടിയ സമയത്ത് ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട നേരത്താണ്. എന്താ വെച്ചാൽ ചോറും പാത്രവും എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ഏതോ ഒരു വണ്ടിയിൽ കൊടുന്ന് ഇറക്കി. അപ്പൊ പിന്നെ ഇനിയിപ്പോ ചൂണ്ടല പഠിക്കലേക്ക് എത്തണ്ടേ. അപ്പൊ പിന്നെ ഇനി എന്താ വേണ്ടത് ദൈവമെന്നിങ്ങനെ വിചാരിച്ച് മെല്ലെ ഇങ്ങനെ നടക്കണം. വിഷമിച്ച നേരത്താണ് ഈ ഒരു ഓട്ടോറിക്ഷ കിട്ടിയത്. ഇവിടെ വന്ന് തൊഴാറുണ്ടോ? മാസം തൊഴും. അന്നും അതെ, ചെറുതിലേ വരും. അമ്മയുടെ കൂടെ വരും. അങ്ങനെ ചെറുതിലേ വന്നിട്ട് അന്നത്തെ ഗുരുവായൂർ അമ്പലത്തിന്റെ മാറ്റം ഇപ്പത്തെ മാറ്റം തമ്മിൽ വലിയ മാറ്റാ. അന്ന് ചെറിയൊരു ഇതായിരുന്നു, ഈ ഗോപുരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെയും ചെറുതായിട്ടൊക്കെ ഉള്ളൂ, ഈ മാറ്റൊന്നും ഇല്ല. അപ്പൊ അന്ന് അധികം ആൾക്കാരും ഇല്ല. ആൾക്കാർ കുറേശ്ശെ വരുന്ന സമയാ, തീരെ തിരക്കുണ്ടാവും. നടന്നിട്ടാവും. ഞങ്ങൾ 25 പൈസ കൈപിടിച്ചിട്ടാ വരിക. എന്താ വെച്ചാൽ ഇവിടുത്തെ ഉപ്പുമാവ് തിന്നാൻ വേണ്ടിട്ട്. ഉപ്പുമാവല്ല, ഹോട്ടലിലെ ഉപ്പുമാവ് അമ്മ മേടിച്ചായിരുന്നു 25 പൈസക്ക്. അപ്പൊ ആ ഉപ്പുമാവിന്റെ രുചിയോടായി വരിക. ഉപ്പുമാവ് കിട്ടാൻ അന്നൊരു സന്തോഷായിരുന്നു. എന്നാ ഉപ്പുമാവിന്റെ ഒരു ഇതില്ല. അന്ന് തൊഴാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൊഴാൻ സുഖമായിട്ട് ഉള്ളി കയറാനും ഒന്നും ഒരു വിഷമില്ല. അല്ലപ്പോ ഇന്നത്തെ മാതിരി ജനത്തിരക്കില്ലല്ലോ. പാൽപ്പായസം ഉണ്ടോന്ന് വലിയ പിടുത്തല്ല. പാൽപ്പായസം അന്നില്ല തോന്നുന്നുണ്ട് കേട്ടാ. പായസമൊക്കെ പൂജിച്ചത് ഇവിടെ നടക്കില് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവർക്കും തരും. ഇങ്ങനെ പൈസക്ക് കൊടുക്കില്ല. പൈസക്കല്ല. അന്ന് നമ്മള് ആരൊക്കെ തൊഴാൻ ചെന്ന അവർക്കൊക്കെ പായസം തരും. അങ്ങനെ പായസം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നടന്നു വന്നിട്ടുണ്ട്. നടന്നു വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഒരുപാട് മാറ്റങ്ങളായി. ഇന്നിപ്പോ എന്താ വെച്ചാൽ ടൂറിസ്റ്റ് പോലെയായി. അന്ന് വെച്ചാ ആൾക്കാർ ഭഗവാനെ മനസ്സറിഞ്ഞിട്ട് തൊഴും. ഇന്നിപ്പോ മനസ്സറിഞ്ഞ് തൊഴുണ്ടോ എനിക്കറിയില്ല. അല്ല, ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഈ കടയിലേക്ക് പണിക്ക് പോവുകയാണ്. നിത്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നല്ല മഴയുള്ള സമയത്ത് ബസ് ഇറങ്ങിയിട്ട് കുറേ ദൂരം ഞങ്ങൾക്ക് നടക്കാണ്ട്. അപ്പൊ ഇതുപോലെ ഭയങ്കര ഇടി കിട്ടി. അപ്പൊ ഈ മഴയും ഇടിയും കൊണ്ടിട്ട് ഓടുകയാണ്. അപ്പൊ ഒരു കുട്ടി ഇതുപോലെ, എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു കുട്ടി
ഇത് ബൈക്കിൻ്റെ മുകളിൽ വന്നു. ബൈക്കിൻ്റെ മുകളിൽ വന്നിട്ട് ആ അമ്മയെ പോരണോന്ന് ചോദിച്ചു. അങ്ങനെ കേട്ടിട്ട് കൊണ്ടുപോയി. അപ്പൊ പല ബുദ്ധിമുട്ട് സമയങ്ങളിലും ആരേലൊക്കെ ഭഗവാന്റെ രൂപം എടുത്തിട്ട് വരും. അതിനിപ്പോ ആരാണോന്ന് നമുക്കറിയില്ല. അറിയില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്നാലെ ഉണ്ട്. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ട്. ഭഗവാൻ കൂടെ ഉണ്ട്. അതന്നെയാണ് സത്യം. ശരി അമ്മ, കണ്ണൊക്കെ നിറഞ്ഞു ഭഗവാന്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും. ഇനി ഒരുപാട് കാലം ഇവിടെ വന്ന് തൊഴാൻ പറ്റട്ടെ. ശരി അമ്മ. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു അനുഭവം ഭഗവാന്റെ ഉണ്ടായിട്ടുണ്ട്? അതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ. ഞാൻ കഴിഞ്ഞ ഇതേ സമയത്ത് ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ വർഷം ഞാൻ ഈ സമയത്ത് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു. അപ്പോൾ ഉണ്ണി ഉണ്ടാവാണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അതെനിക്ക് ഭഗവാൻ സാധിച്ചു തന്നു. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്നത്. തൊഴുത് കഴിഞ്ഞാൽ എന്താ തോന്നാറ് ഭഗവാന്? നമുക്ക് ശരീരത്തിൽ നിന്നൊക്കെ നമുക്ക് സ്പോഞ്ചിൽ പുറകിൽ നടക്കുന്ന പോലെ നല്ലൊരു അനുഭവം. നമ്മുടെ എല്ലാ ദുരിതങ്ങളും ഇവിടെ വന്ന് മാറും. സങ്കടം വരുമ്പോൾ ഭഗവാനെ വിളിക്കാറുണ്ട്. ഏറെ വിളിക്കുന്നത് ഭഗവാനെയാണ്. അതെ, ആ സമയത്തൊക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതാണിപ്പോൾ ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു എൻ്റെ മോനൊരു കുഞ്ഞെന്നുള്ളത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 18 ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. അപ്പം എനിക്ക് ഈ പ്രാവശ്യം അതേ സമയമായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് വന്നാണ്. അതെ, അപ്പം എല്ലാവരും ഇപ്പം സന്തോഷത്തിലാണ്. ഓക്കെ, ശരി അമ്മ. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ കോട്ടയം അതിരമ്പുഴയിൽ നിന്ന് വരുക. അതല്ലേ, പറ്റുമ്പോൾ ഒക്കെ വരാറുണ്ട്? പറ്റുമ്പോൾ വർഷത്തിലൊരിക്കൽ വരും. എന്തായാലും ശരി അമ്മ. കേട്ടെ. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.